ത്രികോണ മത്സരം നടക്കുന്ന തൃശ്ശൂർ കെ മുരളീധരൻ തോക്കൂന്നാണല്ലോ കേട്ടെ. ഒരു കാരണവശാലും തോൽക്കില്ല. അല്ല, കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ 1 ലക്ഷത്തിനടുത്ത് ഭൂരിപക്ഷം കൊണ്ട് ജയിച്ചു. ഇത്തവണ അത്രയൊന്നും കിട്ടാനില്ല, നിങ്ങൾ ജയിക്കുമെന്ന് തന്നെ സംശയം. 75-നും 1 ലക്ഷത്തിനും ഇടയ്ക്കുള്ള വോട്ടിന് അദ്ദേഹം ജയിച്ചിരിക്കും. സുരേഷ് ഗോപി കഴിഞ്ഞ പ്രാവശ്യവും മത്സരിച്ച ആളാണ്. ഇത്തവണയും നല്ല രീതിയിൽ വോട്ട് പിടിക്കുകയും ചെയ്യും. ജയിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമല്ലേ അത്? കഴിഞ്ഞ പ്രാവശ്യം LDFന്റെ കുറെ വോട്ട് സുരേഷ് ഗോപിയും കൂടി പോയിരുന്നു. ഈ പ്രാവശ്യം സുരേഷ് ഗോപി ആ പോയ വോട്ട് കൂടിയും കെ മുരളീധരനാണ് കിട്ടുക. ജയിക്കുമെന്ന് ഉറപ്പ് പറയുന്ന NDAയുടെ ലിസ്റ്റിൽ തൃശ്ശൂരുണ്ട്. തൃശ്ശൂർ ജില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമാണ്. ഈ വർഗീയതയൊന്നും ഇവിടെ വിലപ്പോവില്ല എന്ന് പല പ്രാവശ്യം തെളിയിച്ചിട്ടുള്ളതാണ്. LDFന്റെ സ്ഥാനാർത്ഥി നല്ലൊരു സ്ഥാനാർത്ഥിയല്ലേ, സ്വാഭാവികമായിട്ട് അവർ കുറെ വോട്ട് പിടിക്കുകയും ചെയ്യും. ജയിക്കാൻ സാധ്യതയുള്ളതാണ്. സുനിൽകുമാർ കൃഷിക്കാരുടെ ഇടയിൽ എന്താ ചെയ്തേ? ആ കാർഷിക നിയമം അദ്ദേഹം വളച്ചൊടിച്ചില്ലേ? പപ്പേച്ച് പോയിട്ട് നിങ്ങൾക്ക് എന്തായാലും തിരിച്ചടിയാവും. ഒരിക്കലും ഇല്ല, ഞങ്ങൾക്ക് സന്തോഷമാണ്. ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ തിരിച്ചടി BJP കിട്ടുമെന്ന് മനസ്സിലാക്കിയത് തന്നെ പത്മനാഭ വേണുഗോപാലിനെ BJPക്കാരും തൃശ്ശൂർ ഇറക്കാൻ തയ്യാറായില്ല. സ്വാഭാവികമായിട്ടും ആള് പോകുമ്പോൾ കുറച്ച് വോട്ട് കൂടെ അങ്ങ് പോകില്ലേ? അത് പോവില്ല, അവരുടെ വോട്ട് തന്നെ കിട്ടുമെന്ന് സംശയമാണ്. പോളിംഗ് ശതമാനം കുറഞ്ഞത് എന്തായാലും നിങ്ങൾക്ക് തിരിച്ചടിയാവും. 10% കൂടുതൽ LDFന്റെ ആൾക്കാർ വോട്ട് ചെയ്യാൻ വരാത്തവരുണ്ട്. അപ്പോൾ ആ ശതമാനം കുറഞ്ഞത് കോൺഗ്രസിന്റെ അല്ല LDFന്റെ ആയതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം അത് UDFനെയാണ് ഗുണം ചെയ്യുക. 7 നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ നിങ്ങൾ ലീഡ് ചെയ്തു. ഇത്തവണ പലയിടത്തും താഴെ പോകും. രണ്ട് ഗവൺമെന്റും കേന്ദ്ര സർക്കാരിന്റെയും കേരള സർക്കാരിന്റെയും ഈ കാലഘട്ടം വരെയുള്ള ഭരണങ്ങൾ നോക്കിയാൽ മാത്രം നമ്മൾ പ്രത്യേകിച്ചൊന്നും പറയണ്ട. തൃശ്ശൂർ ഇത്തവണ സുരേഷ് ഗോപി എടുക്കും കേട്ടാ. എപ്പോ എടുത്തു എന്ന് ചോദിച്ചാ പോരെ? ജയിക്കുന്നാണോ? ജയിക്കും. എത്ര വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കും? 50,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കും. 7 മണ്ഡലങ്ങളിലും ലീഡ് ചെയ്യുന്നാണോ? 7 നിയമസഭാ മണ്ഡലത്തിലും ലീഡ് ചെയ്യും. പോളിംഗ് ശതമാനം കുറഞ്ഞത് നിങ്ങൾക്ക് ദോഷകരാവില്ല. ഞങ്ങളെ ബാധിക്കില്ല. കാരണം ഞങ്ങൾക്ക് കിട്ടാനുള്ള വോട്ടുകളും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുള്ള വോട്ടുകളും മുഴുവൻ ഞങ്ങൾക്ക് പോളിംഗ് ബൂത്തിൽ ചെയ്യിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ 3ാമതായിരുന്നല്ലോ. ആ സാഹചര്യം അല്ല ഇപ്പോഴത്തെ സാഹചര്യം. സുരേഷ് ഗോപിയാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി. 2019 ഇവിടെ മത്സരിച്ചത് സുരേഷ് ഗോപി തന്നെ അല്ലേ? കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിന് ശേഷം 5 കൊല്ലം സുരേഷ് ഗോപി ഈ മണ്ഡലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അല്ല, കെ മുരളീധരനെ പോലെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ സ്വാഭാവികമായി അവർക്ക് മേൽക്കില്ലേ? സ്വന്തം വീട്ടിലെ വോട്ട് പോലും നിലനിർത്താനായിട്ട് കഴിയാത്ത ആളാണ് കെ മുരളീധരന്റെ സഹോദരി. ഇന്ന് BJPയിൽ അംഗത്വം എടുത്തു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ മണ്ഡലത്തിൽ നിങ്ങൾ പ്രചരണത്തിനോട് ഇറക്കില്ലല്ലോ. പപ്പേച്ചി വന്നിട്ട് അത്യാവശ്യം കാണേണ്ട കീ വോട്ടർമാരെ എല്ലാവരെയും കണ്ടിട്ടുണ്ട്. അല്ലാണ്ട് പൊതുയോഗത്തിൽ പ്രസംഗിക്കലല്ല. 30% വോട്ട് കഴിഞ്ഞ തവണ നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഇത്തവണ എത്ര പിടിക്കുന്ന? 2019 അല്ലടോ, ഇത് 2024. എല്ലാ 7 മണ്ഡലങ്ങളിലും ലീഡ് ചെയ്യുന്നതാണോ പറയുന്നത്? നാട്ടിക ഞങ്ങൾ ലീഡ് ചെയ്യുന്ന സ്ഥലമാണ്. അല്ല, നാട്ടികയിലൊക്കെ നിങ്ങൾ ലീഡ് ചെയ്യുന്ന പറഞ്ഞാൽ എങ്ങനെയാ? LDFന് മേൽക്കുള്ളതല്ലേ അവിടെ? നാട്ടികയാണ് ഞങ്ങൾ ലീഡ് ചെയ്യുക. കാരണം കൃഷിമന്ത്രി ആയിരുന്ന സുനിൽകുമാർ അടക്കം ഒന്നും ചെയ്യാതിരുന്നിട്ടുള്ള നാടാണ് നാട്ടിക. സുനിൽകുമാർ നല്ല സ്ഥാനാർത്ഥിയാണല്ലോ, സ്വാഭാവികമായിട്ട് അവർ ജയിക്കുമല്ലോ. ഒരിക്കലും ഇല്ല. കാരണം സുരേഷ് ഗോപിനെ അത്രയധികം ജനങ്ങൾ ആഗ്രഹിച്ചു മനസ്സിലേറ്റിക്കൊണ്ട് നടക്കുകയാണ് ഇപ്പോൾ. തൃശ്ശൂര് LDF 2ാം സ്ഥാനത്ത് നിന്ന് 1ാം സ്ഥാനത്തേക്ക് എത്തുമോ? നിങ്ങൾക്ക് സംശയമുണ്ടോ? എത്ര വോട്ടിന് ജയിക്കും നിങ്ങൾ പറയണേ? ഞങ്ങളൊരു 50,000-ൽ താഴെ വോട്ടിന് ജയിക്കും. അല്ല, കഴിഞ്ഞ തവണ 1 ലക്ഷത്തിനടുത്ത് ഭൂരിപക്ഷത്തിന് നിങ്ങൾ പിന്നിലായിരുന്നല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വിലയിരുത്തിയ കൃത്യമായ കണക്കിന് അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പറയുന്നത്. ഈ 1 ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷം നിങ്ങൾ എങ്ങനെ കയറി വരാനാണ്? 1,93,000 വോട്ട് ഈ 7 മണ്ഡലത്തിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഭൂരിപക്ഷം ഉണ്ട്. അല്ല, ഈ നിയമസഭയിലെ കണക്കൊക്കെ ലോക്സഭയിൽ വർക്കൗട്ട് ആവും. അവിടെ MLA എങ്ങനെ പ്രവർത്തിക്കുന്നു, പഞ്ചായത്ത് അംഗം എങ്ങനെ പ്രവർത്തിക്കുന്നു, അതാണ് ജനങ്ങൾ വിലയിരുത്തുക. തൃശ്ശൂർ നിങ്ങൾ ലീഡ് ചെയ്യുന്നാണോ പറയണേ? ശരി, പോളിംഗ് ശതമാനം നല്ല രീതിയിൽ പ്രാവശ്യം കുറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഗുണം ചെയ്യോ? വോട്ടിംഗ് ശതമാനം എന്ന് കുറയുന്നു, അന്നൊക്കെ LDF ആണ് ജയിച്ചിട്ടുള്ളത്. ഇത്തവണ ഈ ത്രികോണ മത്സരം നടക്കുന്നിടത്ത് അതൊന്നും നടക്കുന്നു. ഈ ത്രികോണ മത്സരം എന്നൊക്കെ പറയുന്നത് നിങ്ങൾ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാ. BJPയുടെ ജയിക്കുമെന്ന് ഉദ്ദേശിക്കുന്ന ലിസ്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട തൃശ്ശൂരാണ്. ഇവിടെ ആരെ സുരേഷ് ഗോപി എത്ര ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. ഇന്ന് ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയില്ല, ഒരു കോമാളിയല്ല അദ്ദേഹം. അല്ല, UDFന്റെ സ്ഥാനാർത്ഥി കെ മുരളീധരൻ, സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് തന്നെയാണല്ലോ മേൽക്കൈ. എന്റെ ചേട്ടൻ തോക്കും, സുനിൽകുമാർ ജയിക്കുമെന്നാണ്. കോൺഗ്രസ്സുകാർ തന്നെ ആൾ വോട്ട് ചെയ്ത് കൈയെടുത്ത് കഴിയുമ്പോൾ ആൾ BJPയിലേക്ക് പോയിട്ടുണ്ടാവും. നാട്ടിൽ ചിലപ്പോൾ നിങ്ങൾ ഒന്നാമത്തേക്കും, ബാക്കി എല്ലായിടത്തും നിങ്ങൾ താഴെ പോകും. ശരി, എന്തായാലും കണക്കൂട്ടൽ നടക്കട്ടെ. ജൂൺ 4 കാണാം.